ചായ കുടിച്ചാൽ ഇങ്ങനെ കുടിക്കണം. എല്ലാവർക്കും ഇഷ്ടമാണ് ചായ. ചായ ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞ് പോകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടല്ലേ. 90% ആൾക്കാരും ചായ ഇഷ്ടപ്പെടുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. ബാക്കിയുള്ളവർക്കൊന്നും അധികം ചായയോട് വലിയ പ്രിയമൊന്നുമില്ല. അപ്പോൾ കട്ടൻ ചായ ആയിരുന്നാലും പാൽ ചായ ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും ചായയോടുള്ള പ്രിയം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ചായ കുടിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി എപ്പോഴും നല്ല ചായ കുടിക്കാം എന്നല്ലേ പറയാറുള്ളത്. അതായത് ഇപ്പം നമ്മളെ ചായയിൽ ഇപ്പോൾ കുറച്ച് പാല് കുറഞ്ഞാലും ആർക്കും ഇഷ്ടപ്പെടില്ല. എന്നാൽ കടുപ്പം ഇഷ്ടമില്ലാത്തവരുണ്ട്, കടുപ്പത്തിൽ കുടിക്കുന്നവരുമുണ്ട്. അപ്പോൾ അത് ഇഷ്ടത്തിനനുസരിച്ച് ഓക്കെ, കുഴപ്പമില്ല. പഞ്ചസാര കുറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ നല്ല ഫ്ലേവറുള്ളൊരു ചായ കുടിച്ചാലോ, നല്ല ഫ്ലേവറുള്ളത് നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുമ്പോൾ ഉള്ള ഫ്ലേവർ കൂടി, അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവം എന്താണ്? പുതിന. അപ്പോൾ പുതിന വെച്ചിട്ടുള്ള ഒരു മസാല ചായ, വെറുതെ പുതിന ചായ അല്ല, പുതിന മസാല ചായ. അതിനായിട്ട് കുറേ പുതിനയില ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആ പുതിനയിലയെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇനി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതിന് പകരം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വേറൊരു പരിപാടിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഓവനുള്ള ആൾക്കാർക്ക് ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാൻ, ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അല്ലാത്ത നമ്മുടെ നാച്ചുറലായിട്ടുള്ള വഴിയാണ് നമ്മുടെ വെയിൽ. സൂര്യൻ ഇങ്ങനെ ഇഷ്ടം പോലെ വെയിൽ തരികയല്ലേ. അപ്പോൾ ആ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാം. താല്പര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ വെയിൽ കിട്ടാത്ത സ്ഥലത്താണ് താമസം, അല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓവനുള്ളവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഓവനിൽ നമ്മുടെ പുതിന ലീഫ് വെച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് മതിയാവും. അതിൽ മിക്കവാറും ഒക്കെ ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. പല ഓവനിലും പല രീതിയിലാണ്. അപ്പോൾ ആ ഓവനിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഓപ്ഷനിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അതൊന്ന് ഡ്രൈ ആയി കിട്ടി. ഡ്രൈ ആകുമ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 10 രൂപയ്ക്ക് മേടിച്ച ഒരു കെട്ട് പുതിന ലീഫ് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ആയി കിട്ടും. ഇതിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, അമ്മാതിരി ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടണം. അതായത് പച്ചനിറം പൂർണ്ണമായിട്ടും പോവുകയും ചെയ്യരുത്, എന്നാൽ ഇത് ഉണങ്ങി കിട്ടുകയും വേണം. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഒരു ദിവസം വെച്ചാൽ മതിയാവില്ല, ഒരു 2-3 ദിവസം വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇത് നല്ല ഡ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് ഓവനിൽ വെച്ച് അങ്ങനെ എടുക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുക. പട്ട ചേർത്ത്, അതായത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പട്ടയുടെ സ്വാദ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. പട്ടയുടെ ആ ഒരു സ്വാദ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഒരു 10 ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇതുപോലെ പൊടിച്ചാൽ മതി. അതായത് ചെറിയ ചെറിയ തരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊടിച്ചാൽ മതി. അതിനുശേഷം ചേർക്കുന്നത് ചുക്കുപൊടിയാണ്. അപ്പോൾ ചുക്കുപൊടിയും ഏലക്കയും പിന്നെ പട്ടയും കൂടെ ഒന്ന് ചൂടാവണം. ഓക്കെ, തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാവുമ്പോൾ ഇതിനൊരു പ്രത്യേക വാസന വരും. കരിയുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പാകമില്ലേ, ഇതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് അതിനെ മിക്സഡ് ജാറിലേക്ക് മാറ്റുക. നമ്മുടെ നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള പുതിന ലീഫ് ഇട്ട് കൊടുക്കുക. എന്തിനാ ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പുതിന ലീഫിനെ ചായയിലിട്ടത്, കട്ടൻ ചായയിൽ വെള്ളം തിളപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇട്ട് കഴിഞ്ഞാലും പുതിന ടീ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോട്ടിൽ സൂക്ഷിച്ചാൽ എന്നും നമുക്ക് പുതിന ടീ കുടിക്കാം. ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ വളരെ വളരെ ഹെൽത്തി ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല കിഡിലൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പട്ടയുണ്ട്, ഏലക്കയുണ്ട്, ചുക്ക് പൊടിയുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പുതിന ലീഫ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ പുതിന ലീഫിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കൂടുതലേ വരുന്നത്. അപ്പോൾ അതിനെ നമുക്കത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കുമ്പോൾ ഇത്രയും പൊടിഞ്ഞാൽ മതി. ഒരുപാടങ്ങ് പൊടിഞ്ഞ് നല്ല പൗഡർ പോലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കട്ടൻ ചായ പ്രിയരാണെങ്കിൽ, കുറേ ആൾക്കാർക്ക് കട്ടൻ ചായ കുടിക്കുന്നതിനോടാണ് താല്പര്യം, കുറേ ആൾക്കാർക്ക് പാൽ ചായ. എനിക്ക് പാൽ ചായയോടാണ് താല്പര്യം. അപ്പോൾ കട്ടൻ ചായ ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവർക്ക് എത്രയാണെന്ന് വെച്ചാൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലോട്ട് ആദ്യം വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ ഈ പൊടി പുതിനയുടെ ഈ ഒരു മസാല മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതൊന്ന് തിളയ്ക്കണം. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ പുതിനയുടെ ഫ്ലേവറും ഏലക്കയുടെ മണവും പട്ടയുടെ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും, ആ ഒരു മണം. അതും പിന്നെ ഒരു ചുക്കുപൊടിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമുക്കത് കുടിക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. ആ ഒരു ഫ്ലേവറൊക്കെ വരും. ഇനി കുറച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത പരിപാടി അറിയാമല്ലോ, ഈ വെള്ളം തിളയ്ക്കണം. ഈ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യും. പുതിനയുടെ ആ ഒരു മണം ഇങ്ങനെ നമ്മുടെ
നമുക്ക് ശരിക്കും മനസ്സിലാവും. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സാധാരണ കട്ടൻ ചായ എങ്ങനെ തയ്യാറാക്കുന്നത്? ചായപ്പൊടി ഇടുന്നു, പഞ്ചസാര ഇടുന്നു, ചിലരൊക്കെ ഏലക്ക ഇടുന്നു, ഏലക്ക ഇടാതെയും കുടിക്കുന്നവരുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണല്ലോ നമ്മുടെ ഈ ഒരു കട്ടൻ ചായ. അപ്പോൾ അതിലോട്ടാണ് നമ്മുടെ ഈ പരിപാടിയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഇട്ടതിന് ശേഷം ഇനി ഇത് തിളയ്ക്കണം. നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ, അതായത് കട്ടൻ ചായയുടെ ഒരു കളറൊക്കെ വന്നു കഴിഞ്ഞ് പഞ്ചസാരയൊക്കെ അലിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ വളരെ ഇഷ്ടമുള്ള, ഒരുപാട് ഇഷ്ടത്തോടെ കുടിക്കുന്ന, ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ ചായപ്രിയന്മാരുടെയൊക്കെ ആ ഒരു പ്രിയം കുറച്ചുകൂടെ കൂട്ടുന്നതിനായിട്ട് നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള പുതിന ചായ റെഡി ആയിട്ടുണ്ട്. പുതിന കട്ടൻ ചായ എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. ഇത് പാൽ ചായ ആവണമെന്നുണ്ടെങ്കിൽ പാൽ വേണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള പരിപാടി അടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചായ ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് കുടിച്ചാൽ ഉറപ്പായിട്ട് ഒരു ഗ്ലാസ് കൂടെ ചോദിക്കും കേട്ടോ. അമ്മാതിരി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത് നമുക്ക്, ഞാൻ പാൽ ചായ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. കട്ടൻ ചായയോട് എനിക്ക് അത്ര പ്രിയമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ കുടിക്കും. അപ്പോൾ പാൽ ചായ കുടിക്കാനായിട്ട് വീണ്ടും പാത്രം വെച്ചു, അതിലോട്ട് പാലൊഴിച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ടത്, പാല് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കണം? നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കണം. ആ മസാല ചേർത്തതിന് ശേഷം ഈ മസാലയും പാലും തമ്മിൽ മിക്സായി ആ ഒരു പുതിനയുടെ മണവും ഏലക്കയുടെ മണവും ഒക്കെ ഇതിൽ വരും. കുറച്ച് ചേർക്കുന്നുള്ളൂ, ഒരൊറ്റ ഗ്ലാസ് പാലല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ആ മണമൊക്കെ ഇങ്ങനെ പാല് വന്നു തുടങ്ങുമ്പോൾ, നമുക്കിത് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് അടുത്തതായിട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. എത്ര കടുപ്പം വേണമെന്ന് വെച്ചാൽ ആ കടുപ്പത്തിനനുസരിച്ചുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. സാധാരണ ചായ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ, അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ചായ കുടിക്കണം എന്ന് തോന്നുമ്പോഴോ, അല്ലെങ്കിൽ ആൾക്കാരെ ഞെട്ടിക്കാനായിട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ ആർക്കെങ്കിലും ഇതൊരു ഗിഫ്റ്റായിട്ട് വേണമെങ്കിലും കൊടുക്കാം. നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു ബോക്സ് നമ്മളുണ്ടാക്കിയ പുതിന മസാല ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ചായ പ്രിയരാണെങ്കിൽ, ഒരുപാട് ചായ കുടിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ നമുക്കുണ്ടാവില്ലേ? അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ വരുമ്പോഴോ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ഇതും നീ ഒരുപാട് ചായ ഇഷ്ടപ്പെടുന്ന ആളല്ലേ, ഇതും കൂടെ ചേർത്ത് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഫ്രണ്ടിന് കുറച്ചുകൂടെ സ്നേഹം കൂടെയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളൊരു ചായയാണ് നമ്മുടെ ഈ ചായ. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സായി പാകത്തിന് ആയി വരണം. അപ്പോൾ ചായപ്പൊടി ഇപ്പോൾ ചേർത്തിട്ടില്ലേ ഉള്ളൂ, ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോഴേ കുറച്ചുകൂടെ കളറാവുള്ളൂ. എനിക്ക് ഒരുപാട് കടുപ്പം ഇഷ്ടമല്ല, എന്നാൽ ഒരുപാട് ലൈറ്റും ഇഷ്ടമല്ല, ഒരു മീഡിയം ചായയാണ് ഇഷ്ടം. അപ്പോൾ ചായ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, കളറൊക്കെ മാറി നമുക്കിങ്ങനെ കുടിക്കാൻ തോന്നുന്നൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എന്താണ്, ആ പുതിനയുടെയും ഏലക്കയുടെയും ഒക്കെ ഒരു മണം. ഇനി കുടിക്കുമ്പോഴായിരിക്കും ആ ഒരു ഫ്ലേവർ ശരിക്കും നമുക്ക് നാവിൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കിടിലൻ ചായ നമുക്ക് തയ്യാറാക്കി കുടിച്ചില്ലെങ്കിൽ പിന്നെന്താ പറയുക, ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ എന്താ പറയുക, എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ. ബാക്കിയുള്ള ഇപ്പോൾ കറികളായിരുന്നാലും ശരി, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, ലഞ്ച് ഐറ്റം, അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും എന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരിക്കും, എല്ലാ ദിവസവും ഇപ്പോൾ ഇത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ചായ എന്നും ഉണ്ടാക്കും. രാവിലെ ഉണ്ടാക്കും, വൈകിട്ടും ഉണ്ടാക്കും. ഇനി ഒരു തലവേദന വന്നാലും ചായ വേണം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ വന്നാലും ആൾക്കാർക്ക് ചായ വേണം, ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ചായ വേണം. എല്ലാ സമയത്തും നമുക്ക് ഈ ചായ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചായയിലാണ് നമ്മൾ ശരിക്കും കൂടുതലായിട്ട് എന്തൊക്കെ കുറച്ച് വെറൈറ്റീസ് വരുത്താം, അല്ലെന്നുണ്ടെങ്കിൽ ചായ എങ്ങനെ കൂടുതൽ രുചികരമാക്കാമെന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ രുചികരമായിട്ടുള്ള ആ ചായ ഇത് റെഡി ആയിട്ടുണ്ട്. പുതിന ചേർത്തിട്ടുള്ള ആ ഒരു മസാല ചായ വളരെ രുചികരമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഈ ചായ കുടിച്ചില്ലെങ്കിൽ നഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിന ലീഫിന് അധികം കാശൊന്നും കൊടുക്കണ്ട, ഒരുപാട് പൈസയൊന്നും ആവില്ല. പുതിന ലീഫ് നിറയെ നമുക്കിപ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ പുതിന ലീഫ് കുറച്ച് കൂടുതൽ മേടിക്കുക, എന്നിട്ട് ഇതുപോലെ പൊടിച്ച് ഒരു ബോട്ടിലാക്കി വെക്കുക. എപ്പോഴും ഉപകാരപ്പെടുന്ന ഒന്നാണ് ചായ, എന്നും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ചായ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും ഇന്നത്തെ സ്പെഷ്യൽ പുതിന ചായ.